ഹലോ ഗീസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് ഗീസ് നമ്മളെ ചാനൽ വന്നിട്ടുള്ളത് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയുടെ നോക്കാൻ പോകുന്നത് നമ്മുടെ CS നമ്മൾ റാങ്ക് പുഷ് ചെയ്യുന്ന പ്ലെയർ ആണെങ്കിൽ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെയധികം ഇമ്പോർട്ടൻ്റ് അല്ല കുറേ അധികം ടിപ്സ് ഞാൻ അവിടെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. തന്നെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഗ്രാൻഡ് മാസ്റ്റർ അടിക്കാമെന്ന് എല്ലാം ഗീസ് നമ്മൾ വീഡിയോയുടെ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഗീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ ഗീസ് വീഡിയോയിലേക്ക് തന്നെ പോവാം. അപ്പൊ ആദ്യം കുറെ ആൾക്കാർക്ക് അറിയേണ്ടവരെ പെട്ടെന്ന് എങ്ങനെ ഗ്രാൻഡ് മാസ്റ്റർ അടിക്കാന്നായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ BR-ലായിക്കോട്ടെ CS-ലായിക്കോട്ടെ ഗ്രാൻഡ് മാസ്റ്റർ അടിക്കാറുന്നത് തന്നെ കുറച്ച് ടഫായ കാര്യമാണ്. അപ്പൊ എല്ലാവരെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല. അപ്പൊ അതിനെ പെട്ടെന്ന് അടിക്കുക. അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ പെട്ടെന്ന് ഫസ്റ്റ് ഡേയിലോ അല്ലെങ്കിൽ സെക്കൻഡ് ഡേയിലോ അല്ലെങ്കിൽ ഒരു വീക്കിൻ്റെ ഉള്ളിലൊക്കെ അടിക്കാറുമ്പോൾ അത് നമുക്ക് ടഫായ കാരണം തന്നെ കേട്ടോ. അപ്പൊ അത് നമ്മൾ ഫസ്റ്റിൽ തന്നെ അപ്പൊ നമ്മൾ ഈ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് നല്ല രീതിക്ക് ടൈം നോക്കാതെ നമ്മൾ പ്ലേ ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമായിരിക്കും നമ്മൾ വിചാരിച്ച റാങ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ ജസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തന്നതുകൊണ്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് ഹീറോയ്ക്കൊക്കെ അടിച്ചതിനെ നമുക്ക് അതിന്റെ അവതാറും ബാനറും അതുപോലെ തന്നെ അതിന്റെ കോസ്റ്റ്യൂം ഒക്കെ കിട്ടുമല്ലോ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഗ്രാൻഡ് മാസ്റ്റർ അടിച്ച സ്പോട്ടിൽ തന്നെ നമുക്ക് അതിന്റെ അവതാറും ബാനറും ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് സീസണിൽ അപ്പൊ നെക്സ്റ്റ് സീസൺ സ്റ്റാർട്ട് ചെയ്ത ശേഷക്കാരി നമുക്ക് മെയിൽ ബോക്സ് വഴി സെൻഡ് ചെയ്ത് തരാട്ടോ. അപ്പൊ അങ്ങനെയാണ് മെത്തേഡ് ഉള്ളത്. അപ്പൊ അവിടെ നമ്മൾ സീസൺ ഇൻഡാന്ന് വരെ നമ്മൾ ഗ്രാൻഡ് മാസ്റ്ററിൽ തുടരേണ്ടി വരും. അപ്പൊ അത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ടൈം കൂടും തോറും നമ്മൾ റാങ്ക് ഇങ്ങനെ കുറഞ്ഞു വരും. നമ്മൾ പ്ലേ ചെയ്യില്ല, നമ്മൾ ഗ്രാൻഡ് മാസ്റ്റർ തന്നെ നമ്മൾ പുറത്താവട്ടോ. അപ്പൊ നമ്മൾ നല്ല പ്ലേ ചെയ്യേണ്ടി വരും. അപ്പൊ സാധാരണ ഒരു പ്ലെയർ ഗ്രാൻഡ് മാസ്റ്റർ ഒക്കെ അടിക്കാൻ വേണ്ടി പുഷ് ചെയ്യാണ് ഏകദേശം ഒരു 4 to 5 അവർ ഡെയിലി പ്ലേ ചെയ്യേണ്ടി വരും. അപ്പൊ ഈ വീഡിയോ കാണാൻ മാക്സിമം ആൾക്കാർ ഇപ്പൊ പറയുന്നുണ്ടാവും ഇപ്പൊ ടൈം ഇല്ല. അപ്പൊ മനസ്സിൽ പറയേണ്ട ടൈം ഇത്ര നേരമൊക്കെ പ്ലേ ചെയ്യാൻ ടൈം ഉണ്ടോ എന്നൊക്കെ കുറെ ആൾക്കാർ ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ തോന്നിയ പോലെ പ്ലേ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു 10 അവർ കളിച്ചിട്ടും ഇപ്പൊ ഡെയിലി നമ്മളൊരു 10 അവർ ഫ്രീ ഫയർ കളിച്ചിട്ടും ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഡെയിലി ടാർഗറ്റ് വെച്ചുകൊണ്ട് പ്ലേ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ സീസൺ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ തന്നെ ടാർഗറ്റ് ഉണ്ട്. അപ്പൊ ഡെയിലി ടാർഗറ്റിന്റെ ഒരു വീഡിയോ ചെയ്യേണ്ടതെന്ന് കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ കാണാത്ത ഒരാളാണെങ്കിൽ ഈ വീഡിയോയിൽ ഇന്റെ സ്ക്രീനിൽ എന്തായാലും എന്റെ തമ്പനയിൽ കൊടുക്കട്ടെ. അപ്പൊ ആ തമ്പനയിൽ ടച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണുന്നതാണ്. അപ്പൊ അതിൽ പറഞ്ഞ പോലെ തന്നെ ഡെയിലി ടാർഗറ്റ് അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ ഡെയിലി ടാർഗറ്റ് വെച്ചുകൊണ്ട് CS റാങ്ക് പുഷ് ചെയ്യാൻ നോക്കുക. അപ്പൊ അതിൽ പറഞ്ഞ പോലെ നിങ്ങൾ പ്ലേ ചെയ്യാൻ നോക്കുക. അപ്പൊ അങ്ങനെയാണ് നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ ഈ സീസണിൽ നമുക്ക് കൺഫേം ആയിട്ട് ഗ്രാൻഡ് മാസ്റ്റർ അടിക്കാൻ പറ്റും. അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഇതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയ ടിപ്സുകളിലേക്ക് പോകാട്ടോ. അപ്പൊ ഫസ്റ്റ് തന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം അപ്പൊ നിങ്ങൾ ഗ്രാൻഡ് മാസ്റ്റർ പുഷിങ്ങിന്റെ കാര്യം പറയുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ ഗ്രാൻഡ് മാസ്റ്റർ പുഷ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ നിങ്ങൾ റാൻഡം പ്ലേയേഴ്സിന്റെ കൂടെ കളീസ് നിങ്ങൾ ഒഴിവാക്കാൻ നോക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെ തന്നെ മാക്സിമം പ്ലേ ചെയ്യാൻ നോക്കുക. അത് റാങ്ക് പുഷ് ചെയ്യുന്ന പ്ലേയേഴ്സിന്റെ കൂടെ തന്നെ പ്ലേ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പൊ അതൊക്കെ ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പൊ റാങ്ക് പുഷ് ചെയ്യാതെ റഷ് ചെയ്തുകൊണ്ട് അപ്പൊ കുറച്ച് കില്ലടിച്ചാൽ മതി വിചാരിച്ചുകൊണ്ട് അപ്പൊ ജസ്റ്റ് ടൈം പാസിലൊക്കെ പ്ലേ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെ അവരുടെ കൂടെ കളിക്കുകയാണെങ്കിൽ നമുക്ക് റാങ്ക് പുഷായിട്ട് പോകണമെന്നില്ല. അപ്പൊ നിങ്ങളെ കൂടെ തന്നെ നിങ്ങളെ മൈൻഡിലുള്ള റാങ്ക് പുഷ് ചെയ്യുന്ന പ്ലേയേഴ്സിന്റെ കൂടെ തന്നെ നിങ്ങൾ പ്ലേ ചെയ്യാൻ നോക്കുക. അപ്പൊ റാൻഡം പ്ലേയേഴ്സിന്റെ കൂടെ പ്ലേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 150 സ്റ്റാർ വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതിക്ക് മേലെ കൊണ്ടുപോകാൻ പറ്റുമോ വെച്ചാൽ കൊണ്ടുപോകാൻ പറ്റാതൊന്നുമില്ല. എങ്കിൽ പോലെ ബുദ്ധിമുട്ടായിട്ട് മാറും. കുറെ അധികം ടൈമീസ് നമുക്ക് വേസ്റ്റ് ആയിട്ട് മാറും കേട്ടോ. അപ്പൊ ഒരു ദിവസം നമ്മളൊരു 5 അവർ കളിച്ചെങ്കിൽ പോലും അതിനുള്ള സ്റ്റാറീസ് നമുക്ക് ഇട്ടണമെന്നില്ല. അപ്പൊ ഒരു മാച്ച് നമ്മൾ ബുയ അടിച്ചെങ്കിൽ സെക്കൻഡ് മാച്ചിൽ നമ്മൾ തോറ്റുകൊണ്ട് ആ പ്ലസ് അപ്പൊ നമ്മളെ സ്റ്റാറീസ് മൈനസ് ആയിട്ട് പോകും. അങ്ങനെയൊക്കെ മെയിൻ ആയിട്ട് നമ്മൾ റാൻഡം പ്ലേയേഴ്സിന്റെ കൂടെ കളിക്കുന്ന സമയത്ത് സംഭവിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന്റെ കൂടെ തന്നെ പ്ലേ ചെയ്യാൻ നോക്കുക. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾ കില്ലിൽ മാക്സിമം ഇമ്പോർട്ടന്റ് കൊടുക്കാൻ നോക്കുക കേട്ടോ. അപ്പൊ കില്ല് കൊമ്മാൻ പറ്റുമെങ്കിൽ കൊമ്മിട്ടതിൽ കില്ല് അടിക്കാൻ നോക്കുക. അപ്പൊ ഇതിങ്ങനെ പറയല മെയിൻ ആ റീസൺ എന്താ വെച്ചാൽ നമ്മൾ സ്റ്റാർ മൈനസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കുറെ ആൾക്കാർ വേടച്ചോ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെ കില്ല് കുമ്മിയാലും സീനൊന്നുമില്ല. അപ്പൊ നമ്മളെ സ്റ്റാർ മൈനസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ മാക്സിമം കില്ല് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് MVP ആവാൻ പറ്റും. അപ്പൊ MVP ആയി നമ്മൾ സ്റ്റാർ പ്രൊട്ടക്ഷൻ ആവും. അപ്പൊ കഴിഞ്ഞ സീസണിലാണ് ഈ അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ കുറെ ആൾക്കാർക്ക് അറിയിക്കാരം. അപ്പൊ നമ്മൾ MVP അടിക്കുകയാണെങ്കിൽ ആ മാച്ച് നമ്മൾ തോറ്റെങ്കിൽ പോലീസ് നമുക്ക് മൈനസ് വരാൻ പോകുന്നില്ല കേട്ടോ. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ നമ്മൾ സ്ട്രൈക്ക് തോന്നുന്നുണ്ട്. അപ്പൊ പല ടൈമിൽ സ്ട്രൈക്കിൻ്റെ ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ MVP നമ്മൾ ടീം ലോസ് ആയെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് പോകുന്നുണ്ട് എങ്കിൽ പോലും നമുക്ക് സ്റ്റാർ മൈനസ് ആവുന്നില്ല. അപ്പൊ അതന്നെ വലിയ ഭാഗ്യം തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും എങ്ങനെയല്ലേ കില്ല് കുമ്മിട്ടെങ്കിലും കില്ല് അടിക്കാൻ നോക്കുക. നെക്സ്റ്റ് ആയിട്ട് അടുത്തതായിട്ട് നിങ്ങൾ പ്ലേ ചെയ്യുന്ന മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ നല്ലൊരു ക്യാരക്ടർ സ്കിൽ കോംബോസ് നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പൊ നിങ്ങൾ റഷർ ആയിക്കോട്ടെ. അപ്പൊ പലർക്കും പല വിധത്തിലങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ റഷർ ആണെങ്കിൽ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ഓടുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും പേര് ഞാൻ വിട്ടുപോയിട്ടോ. അപ്പോൾ തന്നെ നമ്മൾ
വൂക്കോങ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഓറിയൻ ഉണ്ട്. അപ്പം അങ്ങനത്തെ ക്യാരക്ടറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റഷറിന് അത് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് മാറും. അതുപോലെ നിങ്ങളൊരു ബോംബർ, ഒരു സപ്പോർട്ടിംഗ് പ്ലെയർ ഒക്കെ ആണെങ്കിൽ നമ്മളെ അൽവാറ ക്യാരക്ടറിൻ്റെ സ്കില്ലൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മളെ ബീസ്റ്റോം പെറ്റിൻ്റെ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്രനേഡൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ അഡ്വാൻറ്റേജ് മാച്ചിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നല്ല ക്യാരക്ടേഴ്സ് കുറേ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ തന്നെ ഓൾറെഡി നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബെസ്റ്റ് ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ കുറിച്ച് കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ലോഡ് ഔട്ട് ആട്ടോ. അപ്പോൾ ലോഡ് ഔട്ടിൽ ഞാൻ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുമ്പോൾ തന്നെ നമ്മുടെ ലെഗ് പോക്കറ്റ് ആട്ടോ. അപ്പോൾ ഇത് സീനാൽ റൈറ്റ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5 ഗ്ലൂ വാൾ വരെ നമ്മളെ കയ്യിൽ വെക്കാൻ പറ്റും. അപ്പോൾ റഷറിനെ സംഭവിച്ചോളൂ അത് ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് ആട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഗ്ലൂ വാൾ ഇങ്ങനെ എറിഞ്ഞ് എനിമീസ് നല്ല ഇതിലെ പണി കൊടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ഒരു ലോഡ് ഔട്ട് ആണ് ലെഗ് പോക്കറ്റ്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ടീമിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് നമ്മുടെ സീക്രട്ട് ക്ലൂ കൂടി എടുക്കാൻ പറയട്ടെ. അപ്പോൾ അവരെയും നമ്മുടെ ടീമിൽ അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പ്ലേ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അവരോട് നമ്മൾ സീക്രട്ട് ക്ലൂ കൂടി യൂസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ എടുക്കാൻ പറയുകയാണെങ്കിൽ അത് നമ്മുടെ ടീമിന് നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലെ തന്നെ അപ്പോൾ നമ്മുടെ ക്യാരക്ടർ പോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ പെറ്റുകളുടെ സ്കില്ലിനെ കുറിച്ചിട്ടാട്ടോ. അപ്പോൾ നമ്മൾ ഫ്രീ ഫയർ തന്നെ കുറേ അപ്പോൾ വളരെയധികം നല്ല യൂസ്ഫുൾ ആയ കുറേ അധികം സ്കില്ല് കുറേ പെറ്റുകൾ കാണാൻ പറ്റും. നമ്മൾ ബീസ്റ്റം പെറ്റായിട്ടും നമ്മളെ പാണ്ട പെറ്റായിട്ടും അതുപോലെ തന്നെ കുറേ അധികം പെറ്റുകൾ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ലൊരു പെറ്റുണ്ട്. അപ്പോൾ നിങ്ങൾ ക്യാരക്ടറിനനുസരിച്ച് നല്ലൊരു പെറ്റിനെ നിങ്ങൾ ചൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് HB ആണെങ്കിൽ നിങ്ങൾ പാണ്ട പെറ്റിനെ ചൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ റഷറൊക്കെ ആണെങ്കിൽ നമ്മുടെ ടർക്കി പെറ്റൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിട്ട് മാറും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നല്ല കൂടുതൽ ടൈമുള്ളിൽ നമ്മൾ ആക്റ്റീവ് സ്കില്ലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റോക്കി പെറ്റിനൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് മാറും. അപ്പോൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ബെസ്റ്റ് ആയ പെറ്റിനെ കുറിച്ച് അപ്പോൾ നമ്മൾ CS റാങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പോകുന്ന ബെസ്റ്റ് ആയ പെറ്റുകളെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ വീഡിയോ നമ്മൾ എന്തായാലും ഇൻഡസ് സ്ക്രീനിൽ കൊടുക്കട്ടെ. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ആ വീഡിയോവും കാണാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ അധികം ലെങ്തായി കൊണ്ടുപോകുന്നില്ല കേട്ടോ. അപ്പോൾ കുറേ അധികം ടിപ്സ് ആൻഡ് കാര്യങ്ങളൊക്കെ ഇനിയും പറയാൻ ബാക്കിയായിട്ടുണ്ട്. അപ്പോൾ അത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്താൻ പോകണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബാക്കിയുള്ള ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുടെ കാണാം. ബൈ.